ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകും കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച്. അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്തു. മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു. അന്ന് സംഭവിച്ചതെന്നു വെച്ചാൽ ഒരു തിരുമേനി വന്നത് മാത്രം എനിക്കറിയാം. അതിൽ ആ പുള്ളി എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളീനെ രാവിലെ അവരുടെ അമ്മയാണ് കൊണ്ടുവന്നത്. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പം പുള്ളി വന്ന് 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പൂജ തുടങ്ങിയത്. 9 മണി വരെ 10 മണി വരെ പൂജ ഉണ്ടായിരുന്നു. എൻ്റെ ദേഹത്ത് ഏതാണ്ട് ബാധ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. എൻ്റെ അമ്മയുടെ ചേച്ചി വെച്ചിട്ട് 1 മാസമായിട്ടുള്ളൂ. അവരുടെ ഏതാണ്ട് ബാധ എൻ്റെ ദേഹത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുവന്നത്. ആദ്യം പറയുന്ന അവരുടെ അമ്മയെ പറയുന്നത്. മന്ത്രവാദിനെ വിളിക്കുന്നത്. ഞാനും അവനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ആ ബാധ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് ബാധ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവനായിട്ട് വഴക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ബാധ ഉള്ളതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. അയാളൊരു മദ്യം ഒഴിച്ചു വെച്ചൊരു ഗ്ലാസ്സിനകത്ത്, പിന്നെ കുറേ 3 വെറ്റ, അത് പാക്ക്, പിന്നെ മഞ്ഞൾ വെള്ളം, അങ്ങനെ ചുമക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പിനകത്ത് കുറച്ച് മഞ്ഞളും കൂടെ വെച്ചിട്ട് ചുമന്ന വെള്ളമാക്കി, പിന്നെ അതിന് ഭസ്മം സെപ്പറേറ്റ് വെള്ളം, അങ്ങനെ ഓരോന്നും 3 പാത്രത്തിലായിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ടാണ് ഓരോന്നും തുടങ്ങിയത്. പുള്ളി വന്നിട്ട് നമുക്ക് കവടി കാര്യങ്ങൾ അതൊന്നും ഇല്ലായിരുന്നു. അതിൻ്റെ പകരത്തിന് ഇയാൾ ടൈലില്ലേ, ബാത്റൂമിലിടുന്ന ടൈലും വെച്ചിട്ടാണ് പുള്ളി ഓരോന്നും നോക്കിക്കൊണ്ട്. അപ്പം ഞാൻ ഇവനോട് ചോദിക്കുന്നത് ബാത്റൂമിലിടുന്ന ടൈല് വരെയാണോ ഇയാൾക്ക് അത്രയ്ക്ക് ഇതില്ലാത്ത ഒരുത്തനാണോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കറിയത്തില്ലെന്ന് ഞാൻ എൻ്റെ കൊണ്ടുപോയ ആൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പുള്ളി എന്നോട് പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ആ സോഫയിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞ രീതി പ്രാർത്ഥിച്ച് ഞാൻ നോർമലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കാലിൽ പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ പട്ടും വെച്ച് കാലിൽ ഓരോ കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും പുള്ളിയിട്ട് കെട്ടി അതിനോരോന്നും ചെയ്തിട്ട് ഏറ്റവും അവസാനം എനിക്ക് ഉണ്ടായത് എന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്കത് ഒരു ഓർമ്മയില്ല. പൂജ തുടങ്ങുന്നത് 11 മണിയായിരിക്കും. അപ്പം 12 മണിയൊക്കെ ആയിരിക്കും. ആ ബോധം പോയ ടൈം 12 മണി വരെ ആയിരിക്കും. രാത്രി വരെയായിരുന്നു പൂജ തുടങ്ങിയത്. പിന്നെ എനിക്ക് വരുന്ന 1 മണി 2 മണിയൊക്കെ ആയപ്പോഴാണ് ബോധം പിന്നെയും വന്നത്. ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകും കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച്. അപ്പം എൻ്റെ മുടി കട്ട് ചെയ്യുകയും ചെയ്തു. മുടി പോയപ്പോഴത്തേക്ക് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ മുടി പോയെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞ് ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാമെന്ന് പുള്ളി പറയുകയും ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തായിരുന്നു. ഞാൻ എൻ്റെ ബീഡി വലിച്ച് മദ്യപിച്ചെന്നും പറഞ്ഞ് ബീഡി വലിച്ചപ്പം പൊള്ളിതാന്ന് പറഞ്ഞു നെറ്റിയിൽ. അല്ലാതെ എനിക്കതൊന്നും ഓർമ്മയില്ല.